ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലും അതുപോലെ രണ്ടാമത്തെ ചാപ്റ്ററിലുമൊക്കെ ഒരുപാട് നാം കേൾക്കുകയും പറയുകയും ചെയ്തൊരു പ്രയോഗമാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. നമുക്കറിയാം, എൻവയോൺമെൻറ്റ് പരിസ്ഥിതി എന്നുള്ളതാണ് മലയാളം. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ പരിസ്ഥിതി. ആസ് എ ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ പരിസ്ഥിതി. നമ്മുടെ ആ ചുറ്റുപാടിനെ, നമ്മളെ സ്വാധീനിക്കുന്ന ചുറ്റുപാടിനെ നമുക്ക് പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. എന്നാൽ ബിസിനസ്സിനും ഇതുപോലെ എൻവയോൺമെൻറ്റ് ഉണ്ട്. ബിസിനസ്സിനെ പുറത്തു നിന്നുകൊണ്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നാം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് മീൻസ് സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, institutions and other forces that are outside the control of a business but it may affect its performance. മീനിങ് ഇതാണ്: ഒരു ബിസിനസ്സിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ഫോഴ്സുകളെയോ ആണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ബിസിനസ്സിന് ഇത്തരം എൻവയോൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. ഫോർ എക്സാമ്പിൾ, ചേഞ്ച് ഇൻ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് ഉണ്ടാവുന്നത് പലപ്പോഴും സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിന് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പൊളിറ്റിക്കൽ ചേഞ്ച്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഫാഷൻ, ആളുകളുടെ ഫാഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെങ്കിൽ ആളുകളുടെ ടേസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഇതൊന്നും ഒരിക്കലും ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒന്നുകൂടി ആലോചിക്കുക. ബിസിനസ്സിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എക്സ്റ്റേണൽ ഫോഴ്സാണ്, ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസിനെയാണ് നാം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ വെരി ഫസ്റ്റ് വൺ, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. നമുക്കറിയാം, എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ബിസിനസ്സിന് പുറത്തു നിന്നുകൊണ്ട് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് വൺ, സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഫോഴ്സുകളാണുള്ളത്. ഒന്ന് സ്പെസിഫിക് ഫോഴ്സും മറ്റൊന്ന് ജനറൽ ഫോഴ്സും. എന്താണ് സ്പെസിഫിക് ഫോഴ്സ്? വാട്ട് ഈസ് സ്പെസിഫിക് ഫോഴ്സ് എന്ന് നോക്കാം. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഇവരൊക്കെ ഉൾപ്പെടുന്ന ആ ഫോഴ്സിനെയാണ് സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത്. കാരണം ഈ ഫോഴ്സുകളൊക്കെ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാത്രം ഫോഴ്സുകളാണ്. അവരുടെ ഇൻവെസ്റ്റേഴ്സ്, അവരുടെ കസ്റ്റമേഴ്സ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ്, അതുപോലെ അവരുടെ സപ്ലയേഴ്സ്, അതെല്ലാം തന്നെ ആ സ്പെസിഫിക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫോഴ്സസ് ആണ്. അതുകൊണ്ടാണ് ഇത്തരം ഫോഴ്സുകളെ നാം സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു ഫോഴ്സാണ് ജനറൽ ഫോഴ്സ്. നമുക്കറിയാം, ജനറൽ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിസിനസ്സിനെ മാത്രമല്ല എല്ലാ ബിസിനസ്സുകളെയും എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം തന്നെ ജനറൽ ഫോഴ്സിൻ്റെ ഭാഗമാണ്. നമുക്കിനി നോക്കാം, നമ്മുടെ തേർഡ് ഫീച്ചറാണ് ഇൻ്റർ റിലേറ്റഡ്നെസ്. നാം പറഞ്ഞു, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന നിരവധിയായ ഫാക്ടേഴ്സാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ആ ഫാക്ടേഴ്സിനെ സോഷ്യൽ എന്നും ലീഗൽ എന്നും പൊളിറ്റിക്കൽ എന്നും ടെക്നോളജിക്കൽ എന്നും ഇക്കണോമിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇൻ്റർ റിലേറ്റഡ് ആണ്. സോഷ്യൽ എൻവയോൺമെൻറ്റും അതുപോലെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും ലീഗൽ എൻവയോൺമെൻറ്റും ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റും, ഓൾ ദീസ് എൻവയോൺമെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ്. എല്ലാ എൻവയോൺമെൻറ്റുകളും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഫോർത്ത് വൺ, ഡൈനമിക് നേച്ചർ. വലിയൊരു പ്രത്യേകതയാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. കാരണം ഒരു ബിസിനസ്സും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ ഇക്കോണമിയുടെ ചേഞ്ചസിനനുസരിച്ചിട്ട്, അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചസ് ഇൻ ഫാഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ സോഷ്യൽ കൾച്ചറൽ ചേഞ്ചിൻ്റെ ഡിഫറൻസിൽ ഒക്കെ എൻവയോൺമെൻറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനമിക് ഇൻ നേച്ചറാണ്.
ആൻഡ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് അൺസർട്ടനിറ്റി. അതായത് ഒരു ബിസിനസ്സിന് ഒരിക്കലും അവരുടെ ഫ്യൂച്ചറൽ എൻവയോൺമെൻറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് ക്ലിയറായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഡിഫിക്കൾട്ടാണ്. കാരണം ഒന്ന്, നമ്മുടെ ഇക്കോണമിക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ പല പല ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. ആ ചേഞ്ചസ് ഒന്നും പലപ്പോഴും ഒരു ബിസിനസ്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് സിക്സ്ത് വൺ, കോംപ്ലക്സിറ്റി. ഞാൻ പറഞ്ഞല്ലോ, അതായത് നിരവധിയായ ഫാക്ടേഴ്സ്, ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ വളരെ കോംപ്ലക്സ് ആണ്, മീൻസ് സങ്കീർണമായ ഒന്നാണ്. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി നിറഞ്ഞ ഒന്നാണ്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് റിലേറ്റിവിറ്റി, അല്ലെങ്കിൽ ആപേക്ഷികത എന്ന് പറയും. അതായത് ഒരു രാജ്യത്തിൻ്റെ എൻവയോൺമെൻറ്റും മറ്റൊരു രാജ്യത്തിൻ്റെ എൻവയോൺമെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മുടെ സാധാരണ എൻവയോൺമെൻ്റ് അല്ല, ബിസിനസ് എൻവയോൺമെൻറ്റ്. അതുപോലെ തന്നെ ഒരു രാജ്യത്ത് തന്നെ ഒരു റീജിയനെ പോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരു റീജിയൻ. ഇങ്ങനെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് കൺട്രി ടു കൺട്രിയും റീജിയൻ ടു റീജിയനും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എസ് റിലേറ്റിവിറ്റി. ഇത്രയുമാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. കാരണം ഒരു ബിസിനസ്സിന് അവരുടെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. എൻവയോൺമെൻറ്റിനെ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്. നമുക്ക് നോക്കാം. The first importance is it enables to firm to identify the opportunities. അതായത് ഒരു ബിസിനസ്സിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ബിസിനസ് പുറത്തേക്ക് എക്സ്റ്റേണലായിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പരിശോധിക്കുമ്പോൾ മാത്രമേ എത്രത്തോളം അവസരങ്ങൾ ആ ബിസിനസ്സിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ ത്രെഡ്സ്. നമുക്കറിയാം ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ മനസ്സിലാക്കുന്നതോടെ അല്ലെങ്കിൽ അവസരങ്ങൾ മനസ്സിലാക്കുന്നതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അവസരങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ത്രെഡ്സ്, അതായത് ആ ഫേമിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഭീഷണികൾ, അതായത് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവാം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാവാം. ഇങ്ങനെ തുടങ്ങി ആ ഫേമിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ബിസിനസ് എൻവയോൺമെൻറ്റിലൂടെ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റൽ അനാലിസിസിലൂടെ നമുക്ക് സാധിക്കും. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വലിയൊരു കേന്ദ്രമാണ്. അതുപോലെ പല രാജ്യങ്ങളും ഇന്ത്യയെ ആ അർത്ഥത്തിൽ പരിഗണിക്കുന്നതിൻ്റെ കാരണം ഇന്ത്യയിൽ ഇത്തരം റിസോഴ്സസ് ഉണ്ട്. ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ, നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. നമുക്കറിയാം ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത നാം പറഞ്ഞു കഴിഞ്ഞു. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് ഡൈനമിക് ആണ്. അത് എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന റാപ്പിഡ് ചേഞ്ചസ്, വളരെ വേഗത്തിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിനോട് പൊരുത്തപ്പെടാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ബിസിനസ് എൻവയോൺമെൻറ്റൽ അനാലിസിസ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്ലാനിങ് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ പോളിസി എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്കതൊക്കെ നടത്തണമെങ്കിൽ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ച്, ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ പെർഫോമൻസ്.
ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ, അതായത് അവരുടെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി അവരുടെ പെർഫോമൻസ് പരമാവധി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആയി നമുക്ക് പറയാൻ പറ്റുന്നത്.